ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളെ കേക്കിനൊക്കെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം. സീസണലായിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ 1/2 കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സീഡ്സൊക്കെ ഇങ്ങോട്ട് പോരും. അതിന് ശേഷമുള്ള ജ്യൂസാണിത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ മിക്സാക്കി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡായിട്ടുള്ള ജ്യൂസ് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 5 എഗ്ഗിൻ്റെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 എഗ്ഗ് മുഴുവനായിട്ടും അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, സാധാരണ പഞ്ചസാര തന്നെയാണ്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അലിഞ്ഞ് വരണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചേർത്തിട്ടുള്ള കോൺഫ്ലവർ കട്ട കെട്ടി ഇടിക്കാതെ നോക്കണം. ഒരു 5 6 പാഷൻ ഫ്രൂട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1/2 കപ്പ് ജ്യൂസ് കിട്ടും. ഇനി നമ്മൾ ഈ മിക്സ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, എന്നാലേ ഇത് അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. നമ്മൾ കോൺഫ്ലവറും എഗ്ഗും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് നമ്മളിത് കുക്കാക്കി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് കത്തിച്ച് വെക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം താഴെയുള്ള പാത്രത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിയിട്ട് പാത്രം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ടാവും. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്കില്ലേ, അതിൻ്റെ ഒരു പരുവത്തിൽ വരും, നല്ല തിക്കായിട്ട്. അപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10-12 മിനിറ്റ് സമയം എടുക്കും. നന്നായി ഒന്ന് കുറുകി വരും. പിന്നെ കുറുകൂല. അത്രയും സമയം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം. എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് 15 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം. എന്നാലേ എഗ്ഗിൻ്റെ ആ സ്മെല്ല് നന്നായിട്ട് മാറി കിട്ടുകയുള്ളൂ. നന്നായി കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കണക്കാം. ഇതുപോലെ ഇരിക്കണം. നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണമെന്നൊന്നുമില്ല, തണുത്തതായാലും മതി. നമ്മൾ ചൂടുള്ളതിലേക്കല്ല ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായിട്ട് വരുന്നത് വരെ മിക്സാക്കി കൊടുക്കാം. ബട്ടർ മുഴുവനായിട്ടും അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇതുപോലെ ഇരിക്കണം, നല്ല കുറുക്ക് പോലെ ഇരിക്കണം. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് തണുത്ത് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ തണുത്ത് വരുന്നത് വരെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പാട വന്ന് അടിയും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തണുത്തതിന് ശേഷം ഇതുപോലെ നല്ലൊരു വൃത്തിയുള്ളൊരു ബൗളിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തേക്കോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ ഇതിനൊരു കേടുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കേക്കിന് ഫില്ലിംഗ് ആയിട്ട് മാത്രമല്ല ഐസിങ്ങിലും ഉപയോഗിക്കാം. ഇതേ റെസിപ്പി തന്നെ നമ്മൾ ലെമൺ വെച്ചിട്ടും ചെയ്യുന്നതുണ്ട്, ലെമൺ കർഡ്. ഇത് പാഷൻ ഫ്രൂട്ട് കർഡാണ്. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.